ഹലോ മൈ ഡിയർ ഫാമേഴ്സ്. ഇപ്പോൾ കേരളത്തിൽ പൊതുവെ എല്ലാ സ്ഥലത്തും നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മൾ കുഞ്ഞ് പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ ബ്രൂഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് പല ഫാമേഴ്സും ഇപ്പോൾ പറയുന്ന പ്രശ്നമാണ്, ആദ്യത്തെ ഒരു 3-4 ദിവസം ഹൈ മോർട്ടാലിറ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു ബൾബിൻ്റെ ചൂടൊന്നും മതിയാവുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ നിങ്ങളായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, നമ്മൾ എല്ലാ ആൾക്കാരും പൊതുവേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബൾബ് കൊണ്ടുള്ള ബ്രൂഡിംഗ് ആണ്. അതായത് പൊതുവെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ബൾബ് കൊണ്ടുള്ള ബ്രൂഡിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഈ തരത്തിലുള്ള ബൾബ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ സാധാരണ രീതിയിലുള്ള ബൾബ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അതേതായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ബൾബ് മാത്രം ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ ഇതിന് ചൂട് മതിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ബാരൽ സെൻട്രൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറയുന്നത്. നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഈ ഒരു ബ്രൂഡിങ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാധാരണ രീതിയിൽ ചെയ്യുന്നത് കുറച്ച് വലുപ്പത്തിൽ ചെയ്യുക. എന്നിട്ട് ആ ഒരു വലുപ്പത്തിൽ ബൾബൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ സെൻട്രലായിട്ട് നമ്മൾ ഈ ഒരു ബാരൽ അവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ബൾബ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ബൾബിൻ്റെ തൊട്ട് താഴെ മാത്രമാണ് ചൂടുണ്ടാവുക. എന്നാൽ നമ്മൾ ഈ ഒരു ബാരൽ നമ്മൾ എന്തെങ്കിലും ഒരു വിറക് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രൂഡറും നമ്മൾ ഈ ഒരു ഫാമിൻ്റെ അകത്താകെ ഒരു ചൂട് വരക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തണുപ്പ് ഇതിനെ ബാധിക്കാതെ നമുക്ക് ആ ഒരു ബ്രൂഡിങ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ലിറ്റർ, നമുക്ക് ഈ ഒരു ലിറ്റർ നല്ല ഡ്രൈ ആയിട്ട് തന്നെ പൊടിയായിട്ട് തന്നെ സംരക്ഷിക്കാൻ പറ്റും. അതായത് ലിറ്ററിൽ ആ ഒരു വെറ്റാകുന്ന പ്രശ്നം ഈ ഒരു നമ്മൾ ബാരലും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. അത് ഞാനങ്ങനെ ചെയ്യുന്നത് ഇന്നാളത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബാരൽ റൗണ്ടിൽ ചുറ്റും നല്ല ഉണങ്ങിയ പൗഡറായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ബ്രൂഡിങ് സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ലിറ്റർ നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാനും പറ്റും. ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ബ്രൂഡിങ് സ്റ്റേജിലെ കംപ്ലയിൻറ്റുകൾ 100% നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ മാക്സിമം എല്ലാ ഫാമേഴ്സും ഇത് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഗ്യാസ് കൊണ്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്യാസ് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതാകുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ.